Reading from Haggai chapter 2 verses 18. Think about this 18th day of December, the day when the foundation of the Lord's temple was laid. Think carefully. I am giving you a promise now. While the seed is still in the barn, you have not yet harvested your grain, and your grapevines, fig trees, pomegranates, and olive trees have not yet produced their crops. But from this day onward, I will bless you. ഇത് നമ്മൾ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. അതിനു മുമ്പ് ഹഗായിയുടെ പുസ്തകത്തിൽ തന്നെ 2-ാം അധ്യായത്തിൽ പറയുന്ന വാക്കുകളാണ്. നിങ്ങൾ ദൈവാലയത്തിൻ്റെ അടിസ്ഥാനം ഇടുന്നതിന് മുമ്പ് നിങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ടു, പക്ഷേ ദൈവമോടെ പ്രസാദിച്ചില്ല. ഹി സെൻഡ് ബ്ലൈറ്റ് ആൻഡ് മിൽഡ്യൂ എല്ലാം നാശത്തിലേക്ക് പോയി. അടിസ്ഥാനം ഇടുന്നതിന് മുമ്പ് നാശത്തിലേക്ക് പോയി. എന്തുകൊണ്ടാൽ ദൈവത്തിലേക്ക് മടങ്ങി വരുവാനായിട്ട് അവർ തീരുമാനമെടുത്തില്ല. പക്ഷേ അടിസ്ഥാനം ഇട്ടതിന് ശേഷം അവരുടെ പ്രയത്നമല്ല, ഇസ്രായേൽ മക്കളുടെ പ്രയത്നമല്ല അവിടെ കാണുന്നത്. ദൈവം അവരെ അനുഗ്രഹിച്ചു. ദൈവം അനുഗ്രഹിക്കുന്നതാണ് യഥാർത്ഥ ബ്ലെസ്സിങ്. ദ ബ്ലെസ്സിങ് ഓഫ് ദ ലോർഡ് മേക്സ് റിച്ച്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് സമ്പത്ത് നേടുവാനായിട്ട് അല്ലെങ്കിൽ റിച്ച് ആക്കുന്നത്. എല്ലാവരും മേഖലയിൽ, സമ്പത്ത് മാത്രമല്ല എല്ലാ മേഖലയിലും, ആരോഗ്യപരമായിട്ടും കുടുംബമായിട്ട് എല്ലാ മേഖലകളിലും നമ്മൾ പ്രോസ്പർ ആകുന്നത്, റിച്ച് ആകുന്നത് ദ ബ്ലെസ്സിങ് ഓഫ് ദ ലോർഡാണ്. ഇതിനകത്ത് നെറ്റിയിലെ വേർപ്പല്ല. നെറ്റിയിലെ വേർപ്പ് ആദത്തിന് കൊടുത്തിരിക്കുന്ന ശാപമായിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ ശാപഗ്രസ്തമല്ല. ഫൗണ്ടേഷൻ ഓഫ് ദ ടെമ്പിൾ എന്ന് പറയുമ്പോൾ നമ്മളാണ് ഇന്ന് ദൈവത്തിൻ്റെ ആലയം. ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തു ഫൗണ്ടേഷൻ. അപ്പോൾ അതിനുകൊണ്ട് വലിയ പ്രസക്തി ബൈബിൾ തന്നെ പറയുന്നത്, വീണ്ടും ജനിച്ചില്ലെങ്കിൽ നിങ്ങൾ സ്വർഗ്ഗരാജ്യം കാണത്തില്ല. വീണ്ടും ജനിച്ചില്ലെങ്കിൽ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല. എങ്ങനെ വീണ്ടും ജനിക്കുന്നത്? പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുന്നത് യേശു ക്രിസ്തുവിനെ നമ്മൾ രക്ഷിതായിട്ട് സ്വീകരിക്കുവാനായിട്ടാണ്. യേശു ക്രിസ്തുവിനെ രക്ഷിതായിട്ട് സ്വീകരിക്കുന്ന ഒരാളും പോലും നഷ്ടത്തിലായി പോകത്തില്ല. അവൻ അടിസ്ഥാനമിട്ട ഒരു ഭവനമാണ്, അടിസ്ഥാനമിട്ട ദൈവത്തിൻ്റെ ആലയമാണ്. അവിടെ തൊട്ട് ദൈവത്തിൻ്റെ വചനം പറയുന്നു, ആ നിമിഷം തൊട്ട് ദൈവം അനുഗ്രഹിച്ചിരിക്കും. നിങ്ങളുടെ നെറ്റിയിലെ വേർപ്പുകൊണ്ടല്ല, കർത്താവ് ധാരാളമായി നമ്മൾ അനുഗ്രഹിക്കും എന്നുള്ള ഉറപ്പ് വചനമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സുവിശേഷകന്മാർ അത് തന്നെ പ്രസംഗിക്കുന്നത്. ദൈവം നിങ്ങൾ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.